ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 1000 വർഷം പഴക്കമുള്ള ജീവനുള്ള കോട്ട, അതെ, രാജ്മഹൽ ഫോർട്ട് പാലസ് ഓഫ് ജയ്സാൽമർ. ഈ അതിസുന്ദരമായ അതിഗംഭീരമായ കോട്ടയ്ക്കുള്ളിൽ ഒരു സ്വർണ്ണ കൊട്ടാരമുണ്ട്. ഇത് ജയ്സാൽമീറിലെ ജീവനുള്ള കോട്ടയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വെരി ബ്യൂട്ടിഫുൾ യെല്ലോ ബിൽഡിംഗ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണിത്. രജപുത്ര രാജാവായിരുന്ന റാവു ജയ്സാൽ ക്രിസ്തുവർഷം 1156 പണി കഴിപ്പിച്ചതാണ് ഈ വലിയ കോട്ട. ഇവിടെ ജനവാസമുണ്ട്. 250 അടി പൊക്കവും 1500 അടി നീളവുമുള്ള അതിഗംഭീരൻ കോട്ട. പഴയ കാലത്തെ രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്നു ഈ സുവർണക്കോട്ട. മഞ്ഞ മണൽക്കല്ലിൽ തീർത്ത അതിസുന്ദരമായ കോട്ടയുടെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ കോട്ടയുടെ ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് അലാറം സെൻറ്റർ. എമർജൻസി വിൻഡോയും കാണാം. 2025 സിന്ദൂർ ഓപ്പറേഷൻ സമയത്ത് ഈ അലാറം മുഴങ്ങുകയും കോട്ടയിലുള്ള ആളുകളെല്ലാം സുരക്ഷിതരായി മറ്റ് സ്ഥലത്തേക്ക് നീങ്ങുകയും ചെയ്തു. ഇനിയും കോട്ടയുടെ മുകൾ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ധാരാളം കോണിപ്പടികൾ കയറി വേണം കോട്ടയുടെ മുകൾ ഭാഗത്തേക്കെത്താൻ. അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള വസ്തുക്കൾ നമുക്ക് കാണാം. ചാട്ടവാറുകൾ, ആനയെ നിയന്ത്രിക്കുന്ന തോട്ടികൾ, ഈ കാണുന്നതാണ് ദിവാൻജിയുടെ റൂം. അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടമാണിത്. ഇവിടെ ഈ കോട്ടയുടെ ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ജയ്സാൽമീർ പട്ടണം മുഴുവൻ കാണാം. ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. അതിസുന്ദരമായ കാഴ്ചയാണ്. അതുപോലെ നിരവധി രാജാക്കന്മാരുടെ ഫോട്ടോസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഭരിച്ചിരുന്ന നിരവധി രാജാക്കന്മാരുടെ ചിത്രങ്ങളാണ് ഇതെല്ലാം അതിസുന്ദരമായ കാഴ്ചകൾ തന്നെയാണ്. വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും എത്ര കണ്ടാലും തീരാത്ത കാഴ്ചകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഇത് രാജാവിൻ്റെ ബെഡ്റൂമാണ്. അങ്ങനെ ഓരോ പടവുകൾ കയറി ഇടുങ്ങിയ വഴികളിലൂടെ മുകളിലേക്ക് പോവുകയാണ്. പണ്ട് ഇവിടെ ഒരു സമുദ്രമുണ്ടായിരുന്നുവെന്നും ആ സമുദ്രം കടലിൽ ലയിച്ചു എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ധാരാളം കാഴ്ചകളെല്ലാം ഇവിടെയുണ്ട്. അങ്ങനെ ഞാൻ ടോപ്പിലിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വളരെ ചെറിയൊരു വാതിലാണ്. ഈ വാതിലിലൂടെയാണ് രാജാവ് അകത്ത് പ്രവേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈഗോ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുനിഞ്ഞ് പോകത്തക്കവണ്ണം ഒരു വാതിലാണ് നമ്മൾ കണ്ടത്. ഈ കാണുന്നത് 16 വയസ്സ് വരെയുള്ള കുട്ടികൾ കളിക്കുന്ന കുതിര, ഇവരുടെ ഫ്ലാഗുകൾ, അങ്ങനെ നിരവധി കാഴ്ചകൾ, കണ്ടു തീരാത്ത കാഴ്ചകൾ, കണ്ടു മതി വരാത്ത കാഴ്ചകൾ എല്ലാമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് വീണ്ടും മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറി പോകേണ്ടതുണ്ട്. ഇത് രാജാവിൻ്റെ ബെഡ്റൂമും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും ഒക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ ആണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. നല്ല വെയിലുള്ള സമയമാണ്. ഇവിടെ നിന്നാൽ ജയ്സാൽമീറിലെ പട്ടണവും പാകിസ്ഥാൻ്റെ ഒരു 3/4 ഭാഗവും എല്ലാം കാണാം. അത്ഭുതകരമായ കാഴ്ചയാണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇനി നമ്മൾ പോകുന്നത് കൊട്ടാരത്തിൻ്റെ അണ്ടർഗ്രൗണ്ട് പാസേജിൽ കൂടാണ്. യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷിതരായിരിക്കാനുള്ള സ്ഥലമാണിത്. ഇവിടെയും ധാരാളം ഫോട്ടോസ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ അണ്ടർഗ്രൗണ്ട് പാസേജിലൂടെ പുറത്തേക്ക് ഞങ്ങളിപ്പോൾ പോവുകയാണ്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഏകദേശം കണ്ടു കഴിഞ്ഞു. എത്ര കണ്ടാലും തീരാത്ത കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. കോണിപ്പടികളിറങ്ങി താഴേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇടുങ്ങിയ കോണികളിലൂടെ താഴേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഈ ഫോർട്ടിലെ കാഴ്ചകളും സുവർണ്ണ കൊട്ടാരത്തിലെ മനോഹര കാഴ്ചകളും എല്ലാം നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും രാജസ്ഥാനിലെ മനോഹര ദൃശ്യങ്ങളുമായി ഞാൻ എത്തുന്നതായിരിക്കും. ബൈ.